നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള ചുംബന സമരത്തിന് വേദിയായി. മേളയുടെ പ്രധാന വേദിയായ കൈരളി തിയേറ്ററിന് മുൻപിലാണ് സമരം നടന്നത്. സമരത്തെ എതിർത്ത് ഒരു വിഭാഗം എത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. രാവിലെ 11 മണിയോടെ തന്നെ ചുംബന സമര പ്രവർത്തകർ കൈരളി തിയേറ്റർ പരിസരത്ത് നോട്ടീസ് വിതരണം തുടങ്ങിയിരുന്നു. 1 മണിയോടെ തിയേറ്ററിന് മുന്നിൽ കേന്ദ്രീകരിച്ച പ്രവർത്തകർ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഫാസിസത്തെ സ്നേഹം കൊണ്ട് നേരിടുകയാണ് ലക്ഷ്യമെന്ന് സമരപ്രവർത്തകർ പറഞ്ഞു. മണിപ്പൂരിൽ പട്ടാളക്കാർ ബലാത്സംഗം ചെയ്ത് മനോരമ ദേവി ബലാത്സംഗം ചെയ്തപ്പോൾ അവിടെയുള്ള അമ്മമാർ പൂർണ്ണമായിട്ടും നഗ്നരായി തെരുവിറങ്ങി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ സമരമായിരുന്നു. അതൊരു പ്രതിജ്ഞാത്മക സമരമായിരുന്നു. സമരത്തിനെതിരെ ഒരു വിഭാഗം സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ ഇരുവിഭാഗവും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സമരത്തെ എതിർത്ത് സംഘർഷമുണ്ടാക്കിയ ചിലരെ പോലീസ് സ്ഥലത്തുനിന്ന് മാറ്റി. കൊച്ചിക്കും കോഴിക്കോടിൽ നിന്നും വിഭിന്നമായി സമരക്കാരെ നേരിടുന്നതിന് പകരം സമരത്തെ എതിർത്തവരെ മാറ്റുകയാണ് തിരുവനന്തപുരത്ത് പോലീസ് ചെയ്തത്. ഏതായാലും കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളുടെ പ്രത്യക്ഷ സമരവേദിയാവുകയാണ് തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേള. കൈരളി തിയേറ്ററിൽ നിന്നും ക്യാമറാമാരായ ഹരിക്കും സോനു വെള്ളിമാടുകുന്നതിനുമൊപ്പം കെം ഷഹീദ്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ തമ്പാട്ടി മധുസൂദ്, ഈ സമരത്തിന്റെ സംഘാടക സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ, CPIM നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലും സ്റ്റുഡിയോയിലുമായുള്ളത്. ആദ്യം ശ്രീമതി കുമാരി തമ്പാട്ടി, ഇപ്പോൾ നിങ്ങൾ നിരന്തരം ഈ സമരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ ഇതിനകം തന്നെ 2 ഡസനിലധികം ആലിംഗന ചുംബന സമരങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. സദാചാര ഗുണ്ടായുസനെതിരായ സമരമാർഗം എന്ന നിലയ്ക്ക് അത് അംഗീകരിക്കപ്പെടുകയും വേണം. പക്ഷേ നിരന്തരം ഇതേ വിഷയത്തിൽ ഇതേ സമരമുറ മാർഗം മാത്രം സ്വീകരിച്ചു നിരന്തരം സമരം ചെയ്യുന്നത് മറ്റ് വിവിധങ്ങളായ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടേണ്ട ഈ യുവതയുടെ സമരശേഷിയെ ഒരേ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് ഇടയാക്കുന്നു എന്ന വിമർശനത്തെ കേൾക്കുന്നില്ലേ നിങ്ങൾ? അതിനുള്ള മറുപടി എന്താണ്? ചുംബന സമരത്തിന്റെ 3ാം ഭാഗമാണ് തിരുവനന്തപുരത്ത് IFFKയുടെ മുൻപിൽ നടന്നത്. ചുംബന സമരത്തിന്റെ ആദ്യത്തെ ഭാഗം നടന്നത് മറൈൻ ഡ്രൈവിലാണ്. അത് കിസ് ഓഫ് ലവ് എന്ന പേരിൽ. 2ാമത് നടന്നത് കോഴിക്കോട് കിസ് ഇൻ ദ സ്ട്രീറ്റ് എന്ന പേരിൽ. 3ാമത് നടന്നത് IFFKയിൽ കിസ് എഗെയിൻസ്റ്റ് ഫാസിസം എന്ന പേരിൽ. ഈ 3 ചുംബന സമരങ്ങളും അവരുടെ ക്യാപ്ഷൻ വ്യത്യസ്തമാവുന്ന രീതിയിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിച്ച മെത്തഡോളജിയിലടക്കവും അഡ്രസ് ചെയ്ത ഇഷ്യൂവിലും വ്യത്യസ്തത ബഹുസ്വരത പുലർത്തുന്നുണ്ട്. ഡൗൺ ടൗൺ അറ്റാക്കിന് ഒരു ബദലായി അല്ലെങ്കിൽ സദാചാര പോലീസിങ്ങിനെതിരെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ എക്സ്പ്രഷന് വേണ്ടിയുള്ള ഫ്രീഡത്തിന് വേണ്ടി നടത്തിയതാണ് കൊച്ചിയിലെ ചുംബന സമരം. എന്നാൽ തെരുവുകളിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്നും തെരുവുകളിൽ ഞങ്ങളുടെ ആവിഷ്കാരങ്ങൾക്കും പ്രകടനങ്ങൾക്കും അവകാശമുണ്ട് എന്നുമാണ് കിസ് ഇൻ ദ സ്ട്രീറ്റ്, തെരുവിലെ ചുംബനം എന്ന് പേര് പറയുന്ന കോഴിക്കോടെ ചുംബന സമരം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തിരുവനന്തപുരത്ത് നമ്മൾ കിസ് എഗെയിൻസ്റ്റ് ഫാസിസം എന്നാണ് ചുംബന സമരത്തിന് കൊടുത്ത ക്യാപ്ഷൻ. അതായത് മനുഷ്യന്റെ ചലനങ്ങളെ, നമ്മുടെ കാമനകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം നിയന്ത്രണ വിധേയമാക്കുന്ന അധികാരത്തിനെതിരെ, അധികാരത്തിന്റെ എല്ലാ മൂല്യങ്ങൾക്കുമെതിരെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കിസ് എഗെയിൻസ്റ്റ് ഫാസിസം എന്ന പേരിൽ ഞങ്ങൾ IFFKയിൽ ചുംബന സമരം നടത്തിയത്. ഈ 3 സമരങ്ങളും ചുംബനമായിരുന്നു അതിലെ മെയിൻ സമരമാർഗമെന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെടാത്ത വിഷയങ്ങളെയാണ് അഡ്രസ് ചെയ്തത്. തീർച്ചയായും അതിന്റെ 3 ഘട്ടങ്ങൾ പിന്നിടുകയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. തമ്പാട്ടി, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ പറയുന്നു, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമര രീതിയല്ല ഇതെന്ന്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചുംബിച്ചു, 2ാമത് ആലിംഗനം നടത്തി, വീണ്ടും ചുംബിച്ചു. പക്ഷേ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം സദാചാര ഗുണ്ടായിസം, ഫാസിസം അത് അങ്ങേയറ്റം അപകടകരമായ ഒരു തീവ്രവാദമാണ്. അതിനെ നേരിടാൻ ഇത്തരം തൊലിപ്പുറത്തെ സമരങ്ങൾ മാത്രം മതിയോ? കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ടുള്ള സമരത്തിലേക്ക് പോകണം എന്ന ആവശ്യത്തെ, ആ വാദത്തെ ഗൗരവതരമായി നോക്കിക്കാണുന്നുണ്ടോ നിങ്ങൾ? സമരമാർഗം മാറ്റിയാണെങ്കിലും കൂടുതൽ ആളുകളെ കൂടെ കൂട്ടാൻ. ഒരു സമരം
ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സമരത്തിന് സാംസ്കാരിക രംഗത്തു നിന്നുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള ആളുകൾ ഇതിനെ വിമർശന വിധേയരാക്കിയിട്ടുണ്ട്, ഇതിനോട് ഐക്യപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിൽ സമരത്തിന്റെ മാർഗം മുതൽ സമരത്തിന്റെ ലക്ഷ്യം വരെ വ്യത്യസ്ത രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കലും ഈ സമരത്തെ ഒരു ബഹുജന സമരം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ സമരത്തെ മറ്റൊരു രീതിയിൽ ഇത് ഉപരിവർഗത്തിന്റെ സമരമാണ് എന്നുള്ള രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഒരുതരം തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അക്കാര്യത്തിൽ മറുപടി. സുധീർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നിരന്തരം ഇതേ സമരമുറ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. കാരണം അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ സമരം എവിടൊക്കെ അരങ്ങേറിയോ അവിടെയെല്ലാം അതിനെ കായികമായി നേരിടാനാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അടക്കം പലപ്പോഴും ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത്തരം സമരങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത്. ഒരു സമരമുറ, ഒരു സമരരീതി എന്നത് മാത്രം അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ സഹിഷ്ണുതയോടെ അതിനെ സമീപിച്ചിരുന്നുവെങ്കിൽ ഇത്തരം സമരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും യുവത പോകുന്നതിനെ നിങ്ങൾക്ക് തടയാമായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാ ഘട്ടത്തിലും അതിനെ കായികമായി ചെറുത്തോൽപ്പിക്കാൻ ശ്രമിക്കുകയും നിരന്തരം പരാജയപ്പെടുകയും ചെയ്യുകയല്ലേ? അല്ല, ഇത് റിപ്പോർട്ടർ ചാനലാണല്ലോ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചാനലാണിത്. താങ്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ ഈ സമരത്തെ തടയാൻ പോയി എന്ന് പറയുന്നത്? എന്ത് തെളിവാണ് താങ്കളുടെ മുന്നിലുള്ളത്? യുവമോർച്ച ഒരിക്കലും ചുംബന സമരത്തെ തടയാൻ പോയിട്ടില്ല. ഈ സമരം നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥിതികൾക്ക് എതിരാണ് എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. ഈ ആഭാസ സമരത്തിന് അരങ്ങൊരുക്കി കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇതിലൊന്നാം പ്രതി. യുവമോർച്ച ഈ സമരങ്ങളെ തടയാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്താൻ നോക്കണ്ട. യുവമോർച്ച സമരം ചെയ്തത് പെൺകുട്ടികളുടെ ശരീരം വിൽപ്പന ചരക്കാക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങൾക്കെതിരെയാണ്, അല്ലാതെ ചുംബിക്കുന്നവർക്കെതിരെയല്ല. ചുംബിക്കുന്നവർക്കെതിരെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച സഹോദരി തന്നെ പറഞ്ഞു, ഇവിടെയുള്ള നിയമവ്യവസ്ഥിതിക്കെതിരെയാണ് ഞങ്ങളുടെ സമരം. ഞങ്ങൾക്ക് ചുംബിക്കാൻ അവകാശം വേണം, ഞങ്ങൾക്ക് മറ്റു രീതിയിൽ ഇടപെടാൻ അവകാശം വേണം. ഇതിനെയാണ് അരാജകവാദമെന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിൽ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമുണ്ടാകും, അവിടെ നീതിന്യായ സംവിധാനങ്ങളുണ്ടാകും. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന സമയത്ത് അത് വളരെ അപകടകരമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ 3 സ്ഥലങ്ങളിൽ ചുംബന സമരം നടന്നു. എത്ര പേര് അവിടെ പങ്കെടുത്തത്? 20 പേര്, 50 പേര്, 30 പേര്. ഈ 100-ൽ താഴെ വരുന്ന ഈ അസന്മാർഗികളും അബദ്ധ സഞ്ചാരികളുമാണോ കേരളത്തിൻ്റെ ഈ അജണ്ട തീരുമാനിക്കുന്നത്? കേരളത്തെ വിലയിരുത്തുന്നത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള അസന്മാർഗികളെ കണ്ടിട്ടാണോ? ഈ ചുംബന സമരം ഇത്രയും വലിയ ചർച്ചയാക്കിയത് മാധ്യമങ്ങളാണ്. സുധീർ, ഇക്കാര്യത്തിൽ നേരിട്ട് ഈ സമരങ്ങളെ കായികമായി നേരിടാൻ നിങ്ങളുടെ സംഘടന വന്നില്ല എന്ന് വേണമെങ്കിൽ താങ്കൾക്ക് ഒരു തർക്കത്തിന് വേണ്ടി ന്യായീകരണം എന്ന നിലയ്ക്ക് ഉന്നയിക്കാം. സംഘപരിവാർ സംഘടനകൾ ഇതിനോട് സ്വീകരിച്ചിട്ടുള്ളത് കായികമായി നേരിടുക എന്ന സമീപനം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാം, ഈ വിഷയത്തിൽ ഈ സമരത്തിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് നിങ്ങൾ ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ നടത്തിയിട്ടുള്ള അതിക്രമം തന്നെയാണ്. ഈ സമരത്തെ ആഭാസ സമരമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണ്ടേ, നിൽപ്പ് സമരം ആദിവാസികൾ സംഘടിപ്പിക്കുകയാണ്. അവരവിടെ സമരം ചെയ്യുന്നത് എല്ലാ കാലവും നിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി അല്ലല്ലോ. മന്ത്രിയെ ഖരാവോ ചെയ്യുന്നത് എല്ലാ കാലവും മന്ത്രിയെ ഖരാവോ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയല്ലല്ലോ. അതൊരു സമരരൂപമാണ്. രണ്ടുപേരുടെ വ്യക്തിപരമായ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നുവെന്ന അങ്ങേയറ്റം ഫാസിസ്റ്റ് ചിന്താഗതിക്കെതിരായ ഒരു സമരരൂപം. അങ്ങനെ നിങ്ങൾ അതിനെ എന്തേ സഹിഷ്ണുതയോടെ കാണാത്തത്? ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾ പറയണം, താങ്കൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ താങ്കൾ പറയണം ആരാണ് ചുംബിക്കുമ്പോൾ ഞങ്ങൾ എതിരെ നിന്നത്. ഏതെങ്കിലും ചുംബിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ? എവിടെയാണ് ഞങ്ങൾ ചുംബിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ യുവതി യുവാക്കളെ ഞങ്ങൾ മർദ്ദിച്ചത്? ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ ആ പഴയ വിഷയത്തിലേക്കുള്ള വലിയ തർക്കത്തിലേക്ക് നമുക്കിനി പോകണ്ട. ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ നിങ്ങൾ ആ സ്ഥാപനം അടിച്ചു തകർത്തത്, അവിടെ മറ്റെന്തൊക്കെയോ അനാവശ്യം നടന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു തെളിവും നിങ്ങൾക്ക് ഇനിയും അക്കാര്യത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ ചാനലിന്റെ കണ്ടുപിടുത്തമാണ് അത്. താങ്കളുടെ ചാനലിന്റെ കണ്ടുപിടുത്തം. ഈ തമ്പാട്ടി, ഈ വിഷയത്തിൽ ആളുകളൊന്നും നിങ്ങളുടെ സമരത്തിനൊപ്പം ചേരുന്നില്ല എന്ന വിമർശനമാണ് സുധീർ ഉന്നയിക്കുന്നത്. എല്ലായ്പ്പോഴും നിങ്ങൾ വലിയ ആഹ്വാനങ്ങളും പ്രചാരവേലകളും നടത്തും, പക്ഷേ 20-30 ആളുകൾ മാത്രമേ നിങ്ങൾക്കൊപ്പം കൂടുന്നുള്ളൂ. കേരളത്തിലെ വലിയ വിഭാഗം ആളുകൾ ഈ സമരത്തോട് വിയോജിക്കുന്നവരും ഇത് അസാൻമാർഗികമെന്ന് വിശേഷിപ്പിക്കുന്നവരുമാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന സദാചാര ഫാസിസം എന്ന വലിയ അപകടത്തിനെതിരെ വലിയ തോതിലുള്ള സമരമാർഗം തുറക്കാൻ പുതുവഴികൾ തേടേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ടോ?
ചുംബന സമരത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല, ആ സമരത്തോട് ഐക്യപ്പെട്ടവർ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തവർ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ റെഡിയായവർ, അവരെല്ലാം തന്നെ ഈ സമരത്തിൽ ഭാഗവാക്കാണ്. ഒരു സമരത്തിൽ 3 ചാപ്റ്ററുകൾ ഉണ്ടാവുക, പല കോളേജുകളിൽ ആലിംഗന സമരം നടത്തുക, അതിനെ നേരിട്ട അതോറിറ്റിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുക, സ്നേഹ ആലിംഗനവും സ്നേഹ ചങ്ങലയും ഒക്കെ നടത്തുക. ഇതെല്ലാം ഈ ഒരു സമരത്തെ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ആശയത്തെ പൊതുജനം ഏറ്റെടുത്തു എന്നതിന്റെ സൂചനയാണ്. പിന്നീട് ഇവിടെ പറയുകയുണ്ടായി നമ്മുടെ സംസ്കാരത്തിനെതിരെയാണ് ഈ സമരം നടത്തുന്നവർ, ആഭാസരൊക്കെയാണ് എന്ന് പറയുകയുണ്ടായി. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് സംസ്കാരം? എങ്ങനെയാണ് സംസ്കാരത്തെ നിങ്ങൾ കുറച്ചധികം മൂല്യങ്ങളെ, കുറച്ചധികം മിത്തുകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുകയും ആ സംസ്കാരം എന്നതിനും അതിന്റെ എല്ലാ വയലൻസോടും കൂടി നിലനിൽക്കണമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്? സംസ്കാരം ഒരു മനുഷ്യന്റെ ശരീരത്തെ, ഒരു മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന വളരെ വലിയൊരു ഹിംസാത്മകമായ ഒരു ഏജൻസി ആകുന്ന സമയത്ത് ആ സംസ്കാരത്തെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. പിന്നീട് അദ്ദേഹത്തോട് പറയാനുള്ളത്, ആ നമ്മുടെ സംസ്കാരത്തിൽ ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീയുടെ ശരീരത്തെ മിത്താക്കുന്ന, സ്ത്രീയെ മാതൃത്വം, ഭാര്യ എന്നിങ്ങനെ തുടങ്ങുന്ന ഭാവുകത്വങ്ങളിൽ തളച്ചിടുന്ന, വെളുത്ത സ്ത്രീയുടെ രൂപങ്ങളെയും എല്ലാം കാൽപ്പനികവൽക്കരിക്കുന്ന വളരെയധികം ഹിംസാത്മകമായ ഇത്തരം സ്ത്രീ വിരുദ്ധമായ വർഗീയപരമായ ഉള്ളടക്കങ്ങളുള്ള ഇക്കാര്യത്തിൽ ഇതൊരു ചുംബന സമരം എന്ന നിലയ്ക്ക്, ചുംബിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ ലഘൂകരിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ അടിസ്ഥാന സത്ത എന്ന് പറയുന്നത് ഇത് വർഗീയതയ്ക്കെതിരായ സമരം എന്ന നിലയ്ക്ക് കൂടി കാണണ്ടേ? ഫാസിസത്തിനെതിരായ സമരം. ആ നിലയിൽ വലിയ വിഭാഗം യുവജനങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ ആഹ്വാനമില്ലാതെ വർഗീയതയ്ക്കെതിരായി രംഗത്ത് വരികയും സംഘടിക്കുകയും ചെയ്യുന്നു. അതിനെ അംഗീകരിക്കാനല്ലേ നിങ്ങൾ തയ്യാറാവേണ്ടത്? അതിനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു അരാഷ്ട്രീയ സമരമാർഗം എന്ന നിലയ്ക്ക്? ഒന്ന്, എന്നെ ആദ്യം മുഴുവനായി പറയാൻ അനുവദിക്കണം. ഒന്ന്, ചുംബിക്കുന്നത് ആരും കൂടെ നിരോധിച്ചിട്ടുണ്ടോ? ചുംബിക്കുന്ന കോടതി നിരോധിച്ചിട്ടൊന്നുമില്ല, ചുംബിക്കാം. പക്ഷെ ഇതിങ്ങനെ തെരുവിൽ വന്ന് ഇത്തരം ആവാസത്തരങ്ങൾ കാണിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഒരു നോൺ ഇഷ്യൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നോൺ ഇഷ്യൂ ആണിത്. സദാചാര പോലീസിന്റെ ഗൂണ്ടായുസത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഇത്തരം ആവാസ സമരങ്ങളിലൂടെ വർഗീയ സംഘടനകൾക്ക് ഇടപെടാൻ സ്പേസ് കൊടുക്കുകയാണ് ഇവർ. ഇനി വ്യത്യസ്തമായ സമരരീതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇന്നോവേറ്റീവായ എഡ്യൂക്കേഷൻസ് ആണ് ഇവർ പൊതുസമൂഹത്തെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഫെസ്റ്റിവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു വലിയ സമരം നടന്നല്ലോ, ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായ. അതുപോലെ ഫ്ലാഷ് മോബ്, ആ ഫ്ലാഷ് മോബ് സമരം നടന്നല്ലോ, ആരെങ്കിലും അതിന് എതിർത്തോ? ഇത് കുറെ ആളുകൾ തെരുവിൽ വന്ന് എന്തോ ഇവിടെ ചുംബിക്കാൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന രീതിയിൽ സമരം നടത്തുകയാണ്. അതിനോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇവിടെ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഈ സമരം. താലൂക്ക് അടിസ്ഥാനത്തിൽ ഓരോ താലൂക്കിലും പോയി ഞങ്ങൾ ഇങ്ങനെ നടത്താൻ പോവുകയാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞൊരു ന്യായമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു നിരോധനവും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല, പിന്നെ ഈ സമരം എന്തിനെന്ന ചോദ്യം. പക്ഷേ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി രണ്ടാളുകൾ, അത് സഹോദരനോ സഹോദരിയോ അമ്മയോ മകളോ ആരെങ്കിലും ചുംബിച്ചാൽ, ഇതുപോലെ താങ്കൾ എറണാകുളത്തും കോഴിക്കോടും കണ്ടതാണല്ലോ, ഫാസിസ്റ്റ് ശക്തികൾ അവിടെ ഇടപെടും, തല്ലും, മാരകമായി മർദ്ദിക്കും, അത് പകർത്താൻ പോയ മാധ്യമങ്ങളെപ്പോലും മർദ്ദിക്കും. അത്തരം അപകടകരമായ സാഹചര്യം സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി സംസ്ഥാനത്തുണ്ട്. അപ്പൊ സമരം കൂടുതൽ പ്രസക്തമായി തോന്നുന്നില്ലേ? ഒരു തരത്തിൽ ഞാൻ പറയാലോ, ഇത്തരം വർഗീയ ശക്തികൾ കേരളത്തിലേക്ക്, നമ്മൾ ഇതുവരെ ഹനുമാൻ സേനയെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. RSSന്റെ വ്യത്യസ്ത സംഘടനകൾ ഓരോ തരത്തിലും കേരളത്തിലേക്ക് ഇടപെടാൻ സ്പേസ് കാത്തു നിൽക്കുമ്പം ഇത്തരം ആളുകൾ നടത്തുന്ന പ്രവർത്തനം കൊണ്ട് ആ ആളുകൾക്ക് ഇടപെടാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. എന്നാൽ ഇത്തരം ആളുകൾ, ഇവിടെ പറഞ്ഞല്ലോ വർഗീയതയെക്കുറിച്ച്, കോഴിക്കോട് ജില്ലയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഉയർന്നു വന്നപ്പം ഇവരാരെയും കണ്ടില്ലല്ലോ. അന്ന് DYFI പോയിട്ട് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത്, അന്ന് വർഗീയ സംഘടനകൾ ഭീഷണി മുഴക്കിയപ്പോ. അപ്പൊ ഇതൊരു ആഭാസ സമരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ആ ആഭാസ സമരത്തെ സദാചാര പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന രീതിയോട് ഒരു തരത്തിലും ഞങ്ങൾ യോജിക്കുന്നവരല്ല. അത് ശക്തമായി അടിച്ചമർത്തേണ്ട രീതി തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ ഒരു ഡൗൺ ടൗൺ ഇഷ്യൂ ആണെങ്കിൽ ആ ഡൗൺ ടൗൺ ഇഷ്യൂ കഴിഞ്ഞു. ആ ഡൗൺ ടൗൺ ഇഷ്യൂ വന്നപ്പം അതിന് ഏറ്റവും ശക്തമായ രീതിയിൽ തടി കൊടുത്തവരാണ് ഞങ്ങൾ, DYFI ഉൾപ്പെടെയുള്ള സംഘടന. പക്ഷെ ഇതിങ്ങനെ ഓരോ ആഴ്ചയും താലൂക്ക് അടിസ്ഥാനത്തിൽ സമരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേരളീയ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന സമരമല്ല എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ആ സമര രീതി അടിച്ചമർത്തുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം പല ആളുകളും വന്നല്ലോ, ഒരു സംഘടനക്ക് ഒരു ബേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടാവണം. ഐഡിയോളജിക്കൽ ബേസിൽ അവർ രൂപപ്പെട്ട സംഘടനയാണോ ആം ആദ്മി പാർട്ടി? എന്തായി അതിന്റെ ഗതി? അതുകൊണ്ട് നാം കാണേണ്ടത് ഇവിടെ വിഷയം ചുംബനമല്ല, കേരളത്തെ ബാധിക്കുന്ന ഗൗരവമായ വിഷയങ്ങളുണ്ട്. പിന്നെ ചെറുപ്പക്കാർക്ക് ചുംബിക്കാൻ മാത്രമല്ലല്ലോ പ്രശ്നം, ചെറുപ്പക്കാരെ ബാധിക്കുന്ന തൊഴിലവസരമുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തുന്ന പ്രശ്നം ഇവിടെ കേരളത്തിൽ സജീവമായി നിലനിൽക്കുകയാണ്. അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുകയാണ്. അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ ചുംബിക്കലല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം.
ഇവിടെ പെൻഷൻ പ്രായം ഉയർത്തിയും ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ നിഷേധിച്ചും ഇവിടെ ജീവിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് നവലിബറൽ സാമ്പത്തിക നയം അടിച്ചേൽപ്പിച്ചും ഭരണകൂടങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത്തരം വിഷയങ്ങൾ കൂടി ഏറ്റെടുക്കും താങ്കൾ പറയും. സുധീർ, ഇക്കാര്യത്തിൽ താങ്കളുടെ സംഘടന ഇനി ഇപ്പോൾ നേരിട്ട് കായികപരമായി ഇടപെടുന്നതിൽ പങ്കാളിയായിട്ടില്ല എന്ന് താങ്കൾ വാദിക്കുന്നു. ഒരു തർക്കം ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സംഘപരിവാർ സംഘടനകൾ നേരിട്ടും വ്യാജ അക്കൗണ്ടുകൾ വഴിയും, അതായത് ഈ ഹനുമാൻ സേന പോലുള്ള വ്യാജ അക്കൗണ്ടുകൾ വഴിയും ഇത്തരം സമരങ്ങളെ പരസ്യമായി തെരുവിൽ തല്ലി തോൽപ്പിക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഇത്തരം സമരങ്ങൾ എവിടെയെങ്കിലും ഉയർന്നു വന്നാൽ അതിനെ കൂടി തകർക്കും. ഡൗൺ ടൗൺ റെസ്റ്റോറൻറ്റിൽ കയറി തല്ലുക മാത്രമല്ല, അതിനോട് പ്രതിഷേധിച്ചാൽ ആ പ്രതിഷേധത്തെയും തല്ലി തകർക്കുമെന്ന നിലപാട് ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സമരങ്ങൾ നിരന്തരം അനിവാര്യമായി വരുന്നത് എന്ന് പറയും. സഹിഷ്ണുതയോടെ ഒരു സമരരീതി എന്ന നിലയ്ക്ക് തന്നെ സമീപിച്ചിരുന്നുവെങ്കിൽ ഈ സമരങ്ങളുടെ ആവർത്തനം ഒഴിവാക്കുകയും കേവലം നിങ്ങൾക്കെങ്കിലും സമാധാനിക്കുകയും ചെയ്യാമായിരുന്നു. ഇത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങളെ വസ്തുതകളെ അത് വിരുദ്ധമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഹനുമാൻ സേന RSSുമായി ബന്ധപ്പെട്ട പരിവാർ സംഘടനയല്ല. RSSനോ പരിവാർ സംഘടനകൾക്കോ യുവമോർച്ചയ്ക്കോ BJPക്കോ ഈ ഉയർന്നു വന്ന സമരങ്ങളുമായി തന്നെ യാതൊരു ബന്ധവുമില്ല. അത് ഹനുമാൻ സേന ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഷംസീർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഷംസീർ വളരെ സമർത്ഥമായിട്ടാണ് ചുംബന സമരത്തിന് എതിരെ ഇവിടെ സംസാരിക്കുന്നത്. ചുംബന സമരം ആഭാസതരമാണെന്ന് ഷംസീറോടെ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ കുറേ ആഴ്ചകൾ കൊണ്ട് ഇവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സദാചാര പോലീസ് എന്ന് നിങ്ങൾ എല്ലാവരും വിളിച്ചു. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് പരസ്യമായി ചുംബന സമരം നടത്തണമെന്ന് പറഞ്ഞ് അതിന് പിന്തുണ കൊടുത്തല്ലോ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി 3 ദിവസം മുമ്പ് കോഴിക്കോട് ചുംബന സമര അനുകൂലികളുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചല്ലോ. SFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ലോ കോളേജിലും എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും ചുംബന സമരം നടത്തിയല്ലോ. കോഴിക്കോട് നഗരത്തിൽ നടന്ന ചുംബന സമരത്തിന് SFIയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ആളുകൾ മുൻനിരയിലുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഷംസീർ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് DYFI ഇതിനെതിരാണെന്ന്? ഒരു ഭാഗത്ത് ആഭാസ സമരം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആ സമരം നടത്താനുള്ള എല്ലാ സൗകര്യവും പ്രോത്സാഹനവും കേരളത്തിൽ ചെയ്തു കൊടുത്തത് DYFI ആണ്. എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കണം, ഈ പൊതുജന മുന്നേറ്റത്തെ എങ്ങനെ സമീപിക്കണം, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാണോ ഇത്തരം വിഭിന്ന പ്രസ്താവനകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഒരു ആശയക്കുഴപ്പവും ഇതുമായി ബന്ധപ്പെട്ട് DYFIക്ക് ഇല്ല. DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് കോഴിക്കോട് ഡൗൺ ടൗൺ ഹോട്ടലിൽ, ഡൗൺ ടൗൺ കോഫി ഷോപ്പിൽ സുധീറിന്റെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാപനം അടിച്ചുപൊളിച്ച പശ്ചാത്തലത്തിൽ സദാചാര പോലീസിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് ചാനലിനകത്ത് വന്നിരുന്ന് ആ സദാചാര പോലീസിനെ സംസാരിച്ച ആളാണ് ഞാൻ. തുടർന്ന് ആ സദാചാര പോലീസിനെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. സദാചാര പോലീസിനോട് ഞങ്ങൾ ഇപ്പോഴും എതിരാണ്. യുവമോർച്ചയെയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളെയും കേരളത്തിന്റെ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി ആരും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ നടത്തിയ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ എല്ലാ വിഭാഗത്തിലും പങ്കെടുക്കുന്ന സമരമായിരിക്കണം. സദാചാര പോലീസിനെതിരെയുള്ള സമരം കേരളത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടായിരിക്കണം സമരം സംഘടിപ്പിക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അവസാനമായി തമ്പാട്ടി, നേരത്തെ ഷംസീർ ചൂണ്ടിക്കാട്ടിയത് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന സമരമായിരിക്കണം, എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിക്കാൻ കഴിയുന്ന സമരമായിരിക്കണം, എങ്കിൽ അതിനോട് പിന്തുണയ്ക്കാൻ കഴിയുമെന്നാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് വിഭിന്ന നിലപാട് കാണും. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയിൽ അവിടുത്തെ കുട്ടികൾ നടത്തിയ സമരം ഓരോ ദിവസവും വിഭിന്നമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ ആ ഭരണകൂടത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ വിഭിന്നമായ സമരമുറകൾ കൊണ്ട് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റി ഈ ഫാസിസ്റ്റുകളെ നിങ്ങൾ എന്തുകൊണ്ട് ഞെട്ടിക്കുന്നില്ല? ഇതേ സമരമുറയിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫെസ്റ്റിവൽ ഓഫ് റെസിസ്റ്റൻസും തുടർന്ന് ഫ്ലാഷ് മൂവും, ഈ 2 സമരങ്ങളിൽ ഞാനും പങ്കെടുത്ത ആളാണ്. ചുംബന സമരത്തെയും ഫെസ്റ്റിവൽ ഓഫ് റെസിസ്റ്റൻസിനെയും ഞാൻ കാണുന്നത് പെരുമാറ്റച്ചട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുകളിലാണേലും മനുഷ്യർക്ക് മുകളിലാണേലും ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അധികാരികളെ നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നുവോ അത് ചെയ്തുകൊണ്ട് വെല്ലുവിളിക്കുക എന്ന അധികാരത്തിന് വിരുദ്ധമായ പ്രതിരോധപരമായ ഒരു ഉള്ളടക്കത്തിൽ നിന്നാണ് ഞാൻ ഈ 2 സമരങ്ങളെയും നോക്കിക്കാണുകയും ആ 2 സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തത്. അദ്ദേഹം ഇതിനെ ആഭാസ സമരം എന്ന് വിളിക്കുകയുണ്ടായി. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പുരുഷാരം നടത്തുന്ന മാസ്കുലൈനായ പ്രകടനങ്ങളെ, മുഷ്ടി ചുടർന്ന പ്രകടനങ്ങളെല്ലാം നല്ല സമരങ്ങളും, അതാണ് ചുംബിക്കരുത് എന്ന് പറയുന്നവർക്കെതിരെയുള്ള സമരം പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗ് ആയിരിക്കാൻ പാടില്ല എന്ന നിലപാടാണ്
ചുംബന സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന സമരം വേണമെന്ന് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. നന്ദി തമ്പാട്ടി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഇതിന് സമയപരിമിതിയുണ്ട്. സുധീർ നന്ദി. എൻ ശംസീറിനും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇടവേളയ്ക്ക് ശേഷം ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.